സിബി മലയിലും ലോഹിദാസ് അടങ്ങുന്ന അതേ ടീമിൻ്റെ ഒപ്പം 90-ലെ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമ വരുന്നു. തീർച്ചയായിട്ടും ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകൻ്റെ ഏറ്റവും നല്ല വർക്കുകളിലൊന്നായിരുന്നു. അതിലെ പാട്ടുകൾക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പശ്ചാത്തല സംഗീതം മോഹൻ സിത്താരയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയിൽ വലിയ ബഡ്ജറ്റാണ്. പ്രണവ് മാർസിൻ്റെ ആദ്യത്തെ മൂവിയായിരുന്നു. മോഹൻലാൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാക്കുന്നു. അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഹിസൈനസ് അബ്ദുള്ള. അതിലെ തീം മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പിന്നീട് ആ തീം മ്യൂസിക് ഒരു പാട്ടായി മാറി, സ്വരകന്യകമാർ എന്നുള്ള പാട്ടായി മാറി. കവിയൂർ പൊന്നമ്മ മകനെ പറ്റിയുള്ള ഓർമ്മകൾ വരുമ്പോൾ മുഴുവൻ ഈ തീം മ്യൂസിക്കിന്റെ ഒരു റിപ്പീറ്റേഷൻ വരും. ഹിസൈനസ് അബ്ദുള്ളയിലെ പശ്ചാത്തല സംഗീതവും അതുപോലെ തീം മ്യൂസിക്കും ആ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? നമ്മളൊരു പടത്തിനെ ഈ ബൂസ്റ്റ് ചെയ്യുന്നതേ അതിൻ്റെ ഓർക്കസ്ട്രേഷനും അതുപോലെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ സെലക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഇതൊരു ക്ലാസിക് മൂഡാണ് ഈ പടം. അപ്പോൾ നമ്മൾ ആ മൂഡിലാണ് ഞാൻ അതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അത് 10-12 ദിവസത്തോളം എടുത്തു. എന്നാൽ മാക്സിമം ഒരു 7 ദിവസമൊക്കെയാണ് ഒരു പടത്തിൻ്റെ ഒരു റെക്കോർഡിങ് ദിവസങ്ങൾ. പക്ഷെ അതിന് 10-12 ദിവസത്തോളം എടുത്തു. പക്ഷെ കുഴപ്പമില്ലാതെ ഇത് ചെയ്തു. അതിനും ഈ പറഞ്ഞ പോലെ തീം മ്യൂസിക്കൊക്കെ ഉണ്ടാക്കി. ആ തീം മ്യൂസിക് ഉണ്ടാകുമ്പോൾ ആളുകൾ മനസ്സിലേക്ക് അറിയാണ്ട് ഭയങ്കര ഒരു ആ വിഷ്വലിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പാട്ട് പോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. അതിന് നമ്മുടെ മനസ്സിലേക്ക് ആ വിഷ്വല് കയറാൻ അതിനനുസരിച്ച് മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം ഒരു ബ്ലാങ്കായിട്ടൊരു വിഷ്വല് കാണുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഒരു ക്യാരക്ടർ, അയാളുടെ ഭാര്യ മരിച്ചിരിക്കുകയാണ്. ഇയാളിപ്പോൾ നമ്മളവിടെ വിഷ്വലിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അയാൾ വിചാരിക്കുന്നത് നമ്മൾ വിഷ്വൽ കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷേ അതിന് പറ്റുന്ന ഈ ഒരു തീം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഒരു ഡമ്മി പറയാനുണ്ട്. അപ്പോൾ തിലകേട്ട അവിടെ ഇരിക്കുന്നു, അങ്ങനെ ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ ഈ ഇയാളും ഭാര്യയും കൂടെ ഉള്ളൊരു ഇതിന് മുന്നേ ഉള്ള സീനിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതന്നെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഭാര്യ എന്നെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പടത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ റെക്കോർഡിങ്. അത് കറക്റ്റ് വിഷ്വലിൽ കറക്റ്റ് മ്യൂസിക് അല്ലെങ്കിൽ ചില അത് അടിപ്പെടുന്നത്. ഇപ്പോഴും ഞാൻ പല സിനിമകളിലും കാണുമ്പോൾ മ്യൂസിക്കും സീനായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ആ സീനെ ഭയങ്കരമായിട്ട് കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ. പക്ഷെ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം.